കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധന്യവും അനുഗ്രഹീതവുമായ ഈ നിമിഷത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ ദൈവം തന്ന ഈ അസുലഭ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും വളരെ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ഈ സന്ദേശത്തിനായി കാത്തിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങളെയും യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ പ്രഭാത ചിന്തയുടെ പ്രമേയം എന്ന് പറയുന്നത് പുതിയ നിയമ ശുശ്രൂഷയാണ്. ആ പുതിയ നിയമ ശുശ്രൂഷയുടെ പല പാർട്ടുകൾ നമ്മൾ ഇതിനോടകം കേട്ടുകഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമ ശുശ്രൂഷയിൽ നാം അറിഞ്ഞിരിക്കേണ്ട മർമ്മപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ രണ്ടാമത്തെ പോയിൻ്റാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ പ്രഭാതത്തിൽ അതിൻ്റെ തുടർമാനമായിട്ടുള്ള മൂന്നാമത്തെ ആ പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ശുശ്രൂഷയുടെ സ്ഥലം എവിടെയാണ്? വേദപുസ്തകം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ശുശ്രൂഷയുടെ സ്ഥലം, വിത്ത് പാകുവാൻ പറ്റിയ ഒരു ഇടം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ്. ഈ മനുഷ്യൻ്റെ ഹൃദയത്തെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിച്ച് പഠിക്കുവാൻ കഴിയും. ഒന്ന് മാംസളമായ ഹൃദയം, രണ്ട് കല്ലായ ഹൃദയം. അപ്പോസ്തലപ്രവൃത്തി 7:48 നാം വായിക്കുമ്പോൾ സർവശക്തനായ ദൈവം കൈപ്പണിയായി നിർമ്മിച്ച ആലയങ്ങളിൽ വസിക്കുന്നില്ല എന്നുള്ളതാണ്. കൈപ്പണിയായി, അതായത് മനുഷ്യൻ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു സൗധത്തിലും നമ്മുടെ കർത്താവ് വസിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എവിടെയാണ് കർത്താവ് വസിക്കുന്നത്? ഈ കർത്താവിൻ്റെ ആത്മാവിന് വസിക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു ഇടം, അതാണ് നമ്മുടെ ശരീരമെന്ന് പറയുന്നത്. ആ ശരീരത്തിൻ്റെ അകത്തൊരു പാർട്ടാണല്ലോ ഹൃദയം. ആ ഹൃദയത്തിൻ്റെ അകത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം അറിയേണ്ട കാര്യം, ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുത്ത ഹൃദയം കല്ലായിട്ടുള്ള ഒരു ഹൃദയമല്ല, മാംസളമായ ഹൃദയമാണ്. നമുക്കറിയാം, കല്ലായിട്ടുള്ള ഹൃദയത്തെയും വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നത് കല്ലായിട്ടുള്ള നിങ്ങളുടെ സകല ഹൃദയങ്ങളെ മാറ്റിയിട്ട് അവൻ മാംസളമായ ഒരു നല്ല ഹൃദയം നമുക്ക് നൽകുമെന്നാണ് പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം 3:16 നാം എന്താ വായിക്കുന്നത്? അവിടെ വായിക്കും, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നറിയുന്നില്ലയോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശക്തമായി പറയുവാൻ കഴിയും, വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമാണ്. അപ്പോൾ ദൈവാത്മാവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് തന്നു. അങ്ങനെ ദൈവം നമ്മുടെ ഉള്ളത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവം യെരൂശലേമിലെ ആലയത്തിൽ, എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവം നമ്മുടെ അകത്ത്, ദൈവം നമ്മുടെ ഉള്ളിലാണ്. പഴയ നിയമത്തിൽ ദൈവം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ അനുമതി നൽകിയപ്പോൾ പുതിയ നിയമത്തിൽ ഒരാചാരാനുഷ്ഠാനങ്ങളും ഇല്ലാതെ ദൈവത്തെ ആരാധിപ്പാൻ വ്യവസ്ഥിതപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള കാര്യം മറന്നു പോകരുത്. പഴയ നിയമത്തിൽ ദൈവം യെരൂശലേം എന്ന് പറയുന്ന ദൈവാലയത്തിലായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വസിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രിയ ജനത്തോട് ഞാൻ പറയാം, കേവലം ഞായറാഴ്ച രാവിലെ ചെന്ന് 10 മണി മുതൽ 12 മണി വരെ ഒരു നോക്കുകുത്തിയായിട്ടിരിക്കുന്നതല്ല ആരാധന എന്ന് പറയുന്നത്. നാം ആരാധനയ്ക്ക് ചെന്നില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ച് മടി കാണിച്ചിരിക്കുന്നവരുണ്ട്. പ്രിയരെ, എന്താണ് ആരാധന? വാട്ട് ഈസ് വർഷിപ്പ്? നമ്മൾ ഈ കാണിക്കുന്ന ഉപരിവിപ്ലവത്തെ അല്ല ആരാധന എന്ന് പറയുന്നത്.
നമ്മൾ ഈ കാണിക്കുന്ന യാതൊരുവിധമായ മറിമായങ്ങളെയുമല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ നാം ദൈവത്തിന് കൊടുക്കുന്ന മൂല്യമാണ് ആരാധന എന്ന് പറയുന്നത്. പിന്നെ നാം കൈയടിച്ച് ബഹളം വെക്കുന്നു, പാട്ടുപാടുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇത് സ്തുതിയുടെ പ്രകടനങ്ങളാണ്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മെ കരകയറ്റി സുസ്ഥിരമായൊരു പാറമേൽ നമ്മുടെ കാലിനെ അവൻ നിർത്തി നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്ന ദൈവത്തെ സ്തുതിക്കുന്നതാണ്. കരങ്ങളടിക്കുന്നതും നൃത്തം ചെയ്യുന്നതും ഭാഷയോടുകൂടെ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്. പ്രിയരെ, ആ കർത്താവിൻ്റെ സാന്നിധ്യം ഈ പകൽക്കാലം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് കേവലം ഒരു ഞായറാഴ്ച വിശ്വാസിയായി ഒതുങ്ങിക്കൂടുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് ശക്തമായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന നിരവധി ആത്മാക്കളെ ദൈവത്തിനോട് അടുപ്പിക്കുന്ന ഒരു പ്രിയ വക്താവായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.